1 ലക്ഷം കോടി രൂപയുടെ വികസനം കിഫ്ബിയിലൂടെ ധനലഭ്യത ഉറപ്പാക്കി കേരള സർക്കാർ. കിഫ്ബി. ഇനി പരീക്ഷാകാലം. സംസ്ഥാനത്തെ SSLC പരീക്ഷകൾക്ക് തുടക്കമായി. 3031 കേന്ദ്രങ്ങളിലായ 4.5 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഇന്ന് പരീക്ഷ എഴുതിയത്. രാവിലെ 9:30 ആരംഭിച്ച പരീക്ഷ 11:15 അവസാനിച്ചു. മെയ് 8-നാണ് ഫലപ്രഖ്യാപനം. സംസ്ഥാനത്ത് SSLC പരീക്ഷ ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യ ദിനത്തെ പരീക്ഷ കഴിഞ്ഞ് വിദ്യാർത്ഥികൾ ഇപ്പോൾ പരീക്ഷാ ഹാളിൽ നിന്ന് വെളിയിലേക്ക് വരികയാണ്. ഞാനിപ്പോൾ ഉള്ളത് ഗവൺമെൻറ് VHSS ചെറുവണ്ണൂരിലാണ്. നമുക്ക് അവിടുത്തെ വിദ്യാർത്ഥികളോട് ചോദിക്കാം, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമുണ്ടായിരുന്നു. സമയം കിട്ടിയോ എഴുതാൻ? ഓ ഓക്കെ. A+ ഉറപ്പാണോ? ആ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ല. സിമ്പിളാണ് വെച്ചാൽ സിമ്പിളാണ്, ടഫാണ് വെച്ചാൽ ടഫാണ്. സമയം കിട്ടിയോ പരീക്ഷ എഴുതാൻ? ആ, അഡ്ജസ്റ്റ് ചെയ്ത് എഴുതിക്കാണ്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ല, സിമ്പിളേനും ടഫേനു സിലബസ് മാറിയതിനോണ്ട് നല്ല ടഫേനു. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? പാറ്റേൺ മാറിയതിൻ്റെ പ്രശ്നം നല്ലോണ്ട്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ചോറാണ് എക്സാം ചെയ്ത്. നല്ല കുഴപ്പമില്ല. സമയം കിട്ടിയോ എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതാൻ? അറബി ആയതുകൊണ്ട് അത്ര ടൈമിൻ്റെ ആവശ്യം വന്നില്ല. മലയാളമൊക്കെ ആകുമ്പോൾ ടൈം കുറവായിരിക്കും. സമയം കിട്ടിയോ പരീക്ഷ എഴുതാൻ? സമയം കുറച്ച് കുഴപ്പമില്ലാന്ന് കിട്ടിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. സമയം കിട്ടിയോ? ആ, കിട്ടിയിരുന്നു. കുഴപ്പമില്ല. A+ ഉറപ്പ്. അത്രേ ഉള്ളൂ. അടിപൊളിയാ. സമയം കിട്ടിയോ പരീക്ഷ എഴുതാൻ? ഓ, A+ ആണോ? ആ, ഫുൾ A+. എങ്ങനെയായിരുന്നു എക്സാം? ശുഭപ്രതീക്ഷ, 100% വിജയം. മതിയില്ലേ? എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി എക്സാം, നല്ല എക്സാം. സമയത്ത് എക്സാം എഴുതി പൂർത്തിയാക്കാൻ പറ്റിയോ? ഇല്ല, ടൈം കിട്ടിയില്ല. A+ പോയി ഉണ്ടാവും. സമയത്ത് പരീക്ഷ എഴുതി പൂർത്തിയാക്കാൻ പറ്റിയോ? ഇല്ല, കഴിഞ്ഞില്ല. സമയം കിട്ടിയില്ല. സമയം കിട്ടിയില്ല. ഏതൊക്കെ ക്വസ്റ്റ്യനാണ് ആൻസർ എഴുതാൻ പറ്റാതെ? ഒക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷെ സമയം അത്ര കിട്ടിയില്ല. ആദ്യ ദിനത്തെ പരീക്ഷ വളരെ എളുപ്പമായിരുന്നു. അതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് വിദ്യാർത്ഥികൾ. വരും ദിവസങ്ങളിലും ഇതേ ആത്മവിശ്വാസത്തോടെ അവരെ പരീക്ഷയെ നേരിടട്ടെ എന്ന് ആശംസിക്കുന്നു. അനീഷ് ദേവസ്യ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.